ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാനിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ആ ഒരു തേങ്ങയുടെ വെള്ളപ്പറ്റൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സോട്ട് ചെയ്തെടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറഞ്ഞിട്ട് ഡ്രൈ ആയിട്ടുള്ള കോക്കനട്ട് വാങ്ങാൻ കിട്ടും. അത് ഉപയോഗിച്ചാലും മതിയാകും. ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളപ്പറ്റൊക്കെ ഇപ്പം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലിട്ട് അതിൻ്റെ ചൂടൊക്കെ ആറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് ബദാമും അതുപോലെ തന്നെ 1/4 കപ്പ് അണ്ടിപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്ത് വരാം. കയ്യിലുള്ള നട്ട്സ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ടും പകുതി പകുതിയായി എടുത്ത് ഇതുപോലെ തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെയോ അല്ലാന്നുണ്ടെങ്കിൽ ചോപ്പ് ചെയ്തിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനായിട്ടുള്ള ഷുഗർ സിറപ്പാണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 3/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് പഞ്ചസാര പാനിയാക്കി എടുക്കാം. ആദ്യം ആ ഒരു പഞ്ചസാരയൊക്കെ അലിഞ്ഞു ചേർന്ന് വരുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാരയൊക്കെ ഇപ്പോൾ വെള്ളമായിട്ട് നന്നായിട്ട് അലിഞ്ഞു ചേർന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ അലിഞ്ഞു ചേർന്ന് വന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം കൂടെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നൂൽപ്പരുവൊന്നും ആക്കേണ്ട ആവശ്യമില്ല. കയ്യിനെ കൊണ്ട് തടവുമ്പോൾ ആ ഒരു എണ്ണയൊക്കെ തടവുന്ന പരുവത്തിലേക്ക് ആയി കിട്ടിയാൽ മതി. ഇതിപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത്തിരി ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ പഞ്ചസാര പാനി റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഇതൊരു പാത്രം വെച്ച് അടച്ചിട്ട് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ ചൂടൊക്കെ ഇപ്പം നല്ല പോലെ തന്നെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും അതുപോലെ തന്നെ 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് പാലും ഉപയോഗിച്ചിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് വേറെ പാലൊന്നും ചേർക്കുന്നില്ല. ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡ് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. മിൽക്ക് മെയ്ഡിന് പകരം ചേർക്കേണ്ട കാര്യമാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു രീതിക്ക് കൂട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരല്പം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടലായിട്ട് 3.5 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരല്പം കട്ടിയായിട്ടുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. 3-4 ടേബിൾ സ്പൂണാണ് നമുക്കിതിനായിട്ട് ആവശ്യമായിട്ട് വരിക. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കൈ ഉപയോഗിച്ച് കുഴച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ കയ്യിൽ പറ്റിപ്പിടിക്കാത്ത രീതിക്കാണ് ഇത് ഉണ്ടാകുക. ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തതിന് ശേഷം ഒന്ന് കയ്യിൽ വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് ലഡ്ഡു ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് ഒരേ സാധനങ്ങൾ ഉപയോഗിച്ച് 2 പലഹാരങ്ങൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നു. ഇതിപ്പോൾ കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. ഇനി ഈ ഒരു പലഹാരത്തിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. ഞാനിവിടെ മിൽക്ക് ബ്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൻ്റെ അരികുകളൊക്കെ ഒന്ന് മുറിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട്. അത് കളയേണ്ട ആവശ്യമില്ല. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ ആക്കുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് ആണെങ്കിൽ മാത്രമേ ഇതുപോലെ പരത്തിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകും. അഥവാ പൊടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവനിൽ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ആവിയിൽ വെച്ചിട്ടോ ബ്രെഡ് ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ ബ്രെഡും ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്തേക്ക് നല്ലപോലെ വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് റോൾ ചെയ്തെടുക്കുമ്പോൾ പറ്റിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു ഭാഗത്തേക്ക് വെള്ളം നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. ഇതിൻ്റെ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ആ ഒരു അരികിൽ നമ്മൾ വെള്ളം വെച്ചത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് അത് പറ്റിപ്പിടിച്ച് നിന്നോളും. ഇതേപോലെ ഞാൻ ബാക്കിയുള്ളത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 6 എണ്ണമാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്.
ഇനി ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഞാനിവിടെ നെയ്യിലാണ് ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഇട്ടിട്ട് എല്ലാ ഭാഗവും നല്ല പോലെ മൊരിയിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. വളരെ കുറച്ച് എണ്ണയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഡീപ് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗവും ഒന്ന് മൊരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ബ്രെഡ് ടോസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണോ തയ്യാറാക്കി എടുക്കാറ് അതുപോലെ തന്നെയാണ് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുക്കുന്നത്. എണ്ണ ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ച് എണ്ണയിൽ ഇതുപോലെ മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തയ്യാറാക്കി എടുത്തതിന് ശേഷം നമ്മളിത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര പാനിയിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പഞ്ചസാര പാനി ഇപ്പോഴും ഒരു ഇളം ചൂടിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് നേരത്തെ അടച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ആ ഒരു സമയത്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. സെർവ് ചെയ്യുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് കൂട്ട് ഞാനിവിടെ ലഡ്ഡു ആയിട്ടും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറഞ്ഞ സമയത്തിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന, ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാനും വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതിൽ നട്ട്സൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഉള്ളിലത്തെ ആ ഒരു ഫില്ലിംഗ് കഴിക്കുമ്പോൾ നല്ലൊരു രുചിയാണ്. പുറമേത്തെ കവറിങ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. പഞ്ചസാര പാനിയൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഉള്ളിലത്തെ ഫില്ലിങ്ങും കൂടെ കിട്ടുമ്പോൾ ഇതിൻ്റെ രുചി ഒന്നും കൂടെ കൂടും. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി